ഹലോ 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ്, എല്ലാവരുടെയും മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, 10ാം ക്ലാസ് കഴിഞ്ഞ് എന്താ SSLC 10th ബോർഡ് എക്സാമൊക്കെ ഇപ്പോൾ കഴിയും, അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും ചോദിക്കാൻ തുടങ്ങും, എടാ എന്താ സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഐഡിയ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും. നിങ്ങളിപ്പോൾ ലൈഫിൽ എന്താണ് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, എന്താണ് നിങ്ങളുടെ കൺഫ്യൂഷൻ എന്ന്. ഇത് ബേസ് ചെയ്തിട്ട് ഇനി കുറേ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വീഡിയോസ് വരാനുണ്ട്. ഓക്കെ, കാരണം ഇന്നേ വരെ നിങ്ങൾ ലൈഫിലൊരു മേജർ ഡിസിഷൻ എടുത്തിട്ടില്ല അല്ലേ. ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും, ഡിസിഷൻ എടുത്തില്ല. നിങ്ങളെ സ്കൂളിൽ കൊണ്ട് നിങ്ങളുടെ പേരൻസ് ചേർത്തു അല്ലേ. 10ാം ക്ലാസ് വരെ നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളും നിങ്ങളുടെ കേരളം മൊത്തം അല്ലെ ഇന്ത്യ മൊത്തം തന്നെ ഏകദേശം എല്ലാ സംഭവവും പഠിച്ച് നിങ്ങൾ 10ാം ക്ലാസ് വരെ എത്തി. ഇനി യു ഗെറ്റ് എ ചോയ്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യാം അല്ലേ. ഇങ്ങനെ പോകുന്ന കുറേ ലക്ഷക്കണക്കിന് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളതിൽ 3 ഓപ്ഷൻ, മെയിൻ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ചൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലാണെങ്കിൽ നിങ്ങൾ എന്താണ് കമൻറ്റ് ചെയ്യുക. അതേപോലെ ഏതെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഞാൻ നിങ്ങൾക്കൊരു ചെറിയ അഡ്വൈസ് തരാം. ഞാനും നിങ്ങളെ പോലെ 10ാം ക്ലാസ്സിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഭയങ്കര കൺഫ്യൂഷൻ വെച്ചാൽ വലിയ അയ്യോ സോറി എനിക്കെന്താ ചെയ്യേണ്ടത് അറിയില്ല എന്നുള്ള കൺഫ്യൂഷനല്ല. എനിക്കിങ്ങനെ ഏതാപ്പോൾ എടുക്കുക, വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുക. സയൻസ് പഠിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല, കൊമേഴ്സാണ് എനിക്ക് ഇഷ്ടം. ഓക്കെ, കോമേഴ്സ് ഇഷ്ടമായിരുന്നു, പക്ഷേ എൻ്റെ കോമേഴ്സ് പഠിക്കാൻ ഇഷ്ടമല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ കൺഫ്യൂഷനില്ല. എന്തെടുത്താലും കണക്കാണ്. എനിക്ക് ഹ്യൂമാനിറ്റീസ് ആർട്സൊക്കെ എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല പേഴ്സണലി. ഇനിയിപ്പോൾ നിങ്ങൾ വിചാരിക്കും, സാർ എനിക്ക് നല്ല മാർക്കുണ്ട്, ഞാൻ നല്ല കുട്ടിയെ സയൻസ് തന്നെ എടുക്കണം, ഒരു നിർബന്ധമില്ല. സാർ ഞാൻ പഠിക്കാത്ത കുട്ടി, എൻ്റെ പേരൻസ് പറയുന്നത് എന്നോട് കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാൻ, അതുകൊണ്ട് മാർക്ക് കിട്ടുള്ള പ്രശ്നം അങ്ങനെയൊന്നുമില്ല. സി, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലൈഫ് ഡിസൈഡ് ചെയ്യണം. ഓക്കെ, ഒബ്വിയസ്ലി സയൻസ് ഇഷ്ടമാണെങ്കിൽ സയൻസ് എടുക്കാൻ നല്ലത്, കൊമേഴ്സ് ഇഷ്ടമാണ് അത് എടുക്കാൻ നല്ലത്, ഹ്യൂമാനിറ്റീസ് എടുക്കുകയാണ് നല്ലത്. പക്ഷേ ഇതിന് കുറച്ച് കോൺസിക്വൻസസ് ഉണ്ട്. നിങ്ങൾ +1 എടുക്കുന്ന സബ്ജക്ട്സിലായിരിക്കും നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് കോളേജിൽ എടുക്കാൻ പറ്റും. ഓക്കെ, ഏകദേശം ഞാൻ സയൻസ് എടുത്താൽ സയൻസിന് എടുക്കണമെന്നില്ല, കൊമേഴ്സ് എടുത്താൽ കൊമേഴ്സിന് എടുക്കണമെന്നില്ല, പക്ഷേ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ കൊമേഴ്സ് എടുത്തിട്ട് പിന്നെ ഡോക്ടറാകാൻ തീരുമാനിച്ചാൽ പറ്റൂല. നിങ്ങൾ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് പിന്നെ ഡോക്ടറാകാൻ പറ്റൂല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ബൗണ്ടറീസ് ഉണ്ട്, പക്ഷേ കുറേയൊക്കെ നിങ്ങൾക്ക് റിസ്ക് ഇല്ലാത്ത ഞാൻ കാര്യം പറയാനാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഏതിഷ്ടമുള്ള ജോലി ബേസ് ചെയ്തിട്ടാവാം. ഓക്കെ, എനിക്ക് പ്രത്യേകിച്ച് എന്ത് ജോലി എടുക്കണം എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ സേഫായിട്ട് സയൻസ് അങ്ങ് എടുത്തു. സയൻസ് എടുത്താൽ പിന്നെ ഏതിലേക്കും ചാടാൻ പറ്റും. കൊമേഴ്സ് എടുത്താൽ പിന്നെ കൊമേഴ്സും ആർട്സിലേക്കും ചാടാം. ആർട്സ് എടുത്താൽ പിന്നെ ആർട്സിൽ തന്നെ കുറേയൊക്കെ തന്നെ ഇരിക്കണം എന്നാണ് ഒരു ജനറൽ ഐഡിയ തരാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റിസ്ക് ഫ്രീ ആയിട്ട് സയൻസ് എടുത്തു. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് അലൻ സാർ കോളേജിൽ പോയപ്പോൾ എന്ത് ചെയ്തു, എക്കണോമിക്സ് എടുത്തു, കൊമേഴ്സിലേക്ക് ചാടി. ഓക്കെ, പക്ഷേ അതിൻ്റെ കൂടെ ഞാൻ മാത്സും പഠിച്ചു, സയൻസും കുറച്ച് പഠിച്ചു. അപ്പോൾ അങ്ങനെ മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ബേസ് ചെയ്ത് കുറേ വീഡിയോസ് വരുന്നുണ്ട്. ഇനി ഇത്രയും കാലമായിട്ട് എനിക്കും +1 +2 കഴിഞ്ഞ് എല്ലാ കുട്ടിക്കും മനസ്സിലായത്, ടീച്ചേഴ്സൊക്കെ നിങ്ങളോട് പറയും, +1 +2 നല്ല മാർക്ക് വേണം. നിങ്ങൾ ഏത് ജോലി ആയിക്കോട്ടെ, പൊട്ട ഡോക്ടർ ആവാൻ ആർക്കും താല്പര്യമില്ല, പൊട്ട ബിസിനസ്മാൻ ആവാൻ ആർക്കും താല്പര്യം അല്ലേ, പൊട്ട എഞ്ചിനീയർ ആവാൻ താല്പര്യമുണ്ട് ഇല്ല. ഏത് ജോലിയിൽ പോയാലും, ഏത് പ്രൊഫഷൻ എടുത്താലും, ഏതൊരു പൊസിഷനിലെത്തിയാലും നല്ല ജോലി വേണം. അതിൽ നല്ല സാലറി വേണം, നല്ല സെക്യൂരിറ്റി വേണം, നല്ല സ്റ്റേറ്റസും വേണം. ഇതൊക്കെ എല്ലാവർക്കും വേണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ആഫ്റ്റർ SSLC എന്ന് പറയുന്ന സാധനം. ഇതൊക്കെ കിട്ടുന്ന നല്ല ജോലി, നല്ല സ്റ്റേറ്റസ്, നല്ല പൊസിഷൻ ആൻഡ് സാലറി കിട്ടണമെങ്കിൽ നല്ല കോളേജിൽ പോകണം. ഓക്കെ, നല്ല കോളേജിൽ പോകണമെങ്കിൽ ഇതാണ് എൻ്റെ പ്രൊപ്പോസിഷൻ നിങ്ങളോടും പറയാണ്. 11th and 12th നല്ല മാർക്ക് വേണം. ഓക്കെ, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് നിങ്ങളുടെ 11th and 12th അഡ്മിഷനെ തീരുമാനിക്കും. അത് കഴിഞ്ഞാൽ ജീവിതത്തിൽ കുറേ ഒന്നും 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് മാറ്റർ ചെയ്യില്ല. പക്ഷെ അത് വിചാരിച്ച് നിങ്ങൾ ബാക്കിയുള്ള എക്സാം പഠിക്കാതിരിക്കരുത്. വെരി ഇമ്പോർട്ടൻറ്റ്. 10ാം ക്ലാസ് മാർക്ക് ബേസ് ചെയ്താണ് 11th and 12th അഡ്മിഷൻ കിട്ടുക. ആ 11th and 12th നിങ്ങൾ എങ്ങനെ പഠിക്കുമെന്നനുസരിച്ചിരിക്കും നിങ്ങൾക്ക് കിട്ടാമെന്നോ കോളേജും നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ഒരു ഫ്യൂച്ചറും ഇരിക്കും. ഓക്കെ, അപ്പോൾ 11th and 12th കുറേ ആൾക്കാർ ചോദിച്ചു, സാർ എക്സാമിനർ കൂടെ ഉണ്ടാവില്ല, പഠിപ്പിക്കാനുണ്ടാവില്ല, അലൻ സാർ ഉണ്ടാവില്ലേ, മൊത്തം ടീം ഉണ്ടാവില്ല എന്ന് ചോദിച്ചിട്ടില്ലേ? എന്നാൽ അതിനുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് വേണ്ടി എന്താണ് എക്സാമിനർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ വിചാരിക്കും സാർ 11th and 12th പഠിക്കണം, എപ്പോഴും എല്ലാവരും അച്ഛനും അമ്മയും പറയുന്ന പോലെ പഠിക്കണം, അങ്ങനെയാണോ? ഇല്ല. എക്സാമിനറിന് നിങ്ങളുടെ ജീവിതം അങ്ങ് മാറ്റിമറിക്കാൻ പറ്റും. ഓക്കെ, അത് ഞാൻ പേഴ്സണലി കുറേ ആൾക്കാർക്ക് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. 11th and 12th വന്നിട്ട് നിങ്ങൾ CBSE ആയിക്കോട്ടെ സ്റ്റേറ്റ് ആയിക്കോട്ടെ 100% മാർക്സ്. ഓക്കെ, സ്റ്റേറ്റിലൊക്കെ 1200 മേടിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. പക്ഷെ മേടിച്ചവരുണ്ട്. CBSEയിൽ 95% മേലെ മേടിച്ചവരും കുറേ ആൾക്കാരുണ്ട്. നിങ്ങളിപ്പോൾ യൂട്യൂബിലെ വീഡിയോ നോക്കിയാൽ മതി, നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ചാനൽസിൽ. അപ്പം പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാൻ പറ്റുന്നത് ഞങ്ങൾ വന്നിട്ട് നിങ്ങളുടെ ലൈഫ് അങ്ങ് മാറ്റിമറിക്കല്ല, പഠിപ്പിച്ച് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ക്ലാസ് തന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തുതരും +1 +2. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിനറുടെ ടീച്ചേഴ്സിൻ്റെയും ആ എനർജിയും ആ അടിപൊളി എന്തൂസിയാസവും ആ ക്വാളിറ്റിയും ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് +1 +2 ഏറ്റവും ബെസ്റ്റ് സപ്പോർട്ട്. ഓക്കെ, ഇന്നേ വരെ എക്സാമിനറിൻ്റെ +1 ബാച്ചസിൽ വന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ആൻഡ് കണ്ടൻറ്റ് നിങ്ങളുടെ ബാച്ചിന് കിട്ടാൻ പോവാം.
ഓരോ വർഷം വി ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് ഈവൻ ബെറ്റർ. കഴിഞ്ഞ വർഷം അടിപൊളി ബാച്ച് ആയിരുന്നു, റിസൾട്ട് നിങ്ങൾ ഉടനെ തന്നെ കാണുന്നതായിരിക്കും. പക്ഷെ അതിനെക്കാട്ടും ബെറ്റർ ബാച്ച് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമിനർ ഏതൊക്കെ ബാച്ചസ് ആണ് തരിക നിങ്ങൾക്ക് പറഞ്ഞുതരാം, എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. ഇതിൽ ജോയിൻ ചെയ്താൽ എന്താ ഗുണം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം, നിങ്ങൾക്ക് സയൻസിനും കൊമേഴ്സിനും ബാച്ച് ഉണ്ട്, ഹ്യൂമാനിറ്റീസ് ആസ് ഓഫ് നൗ ഇല്ല. നിങ്ങൾക്ക് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ്സ് ലീവ് ചെയ്യുക. ഓക്കെ, ഹ്യൂമാനിറ്റീസ് ആണ് എനിക്ക് വേണ്ടത്, എക്സാമിനറുടെ ബാച്ചും കൂടി ഹ്യൂമാനിറ്റീസിലുണ്ടെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സയൻസ് ബാച്ച് ഉണ്ട്. ആൻഡ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, ഇത് കേട്ട് വെച്ചോ. കാരണം +1 തുടങ്ങി കഴിഞ്ഞിട്ട് പകുതി ആകുമ്പോൾ എല്ലാവരും ചോദിക്കും, സാർ ഞാൻ അറിഞ്ഞിട്ടില്ല എക്സാമിനർ ബാച്ച് ഉണ്ടെന്ന്, ഉണ്ടായിരുന്ന ഞാൻ അതിനെ ജോയിൻ ചെയ്യായിരുന്നു എന്ന് പറയും. ഇപ്പം തന്നെ ക്ലിയർ ആയിട്ട് കേട്ടോ, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്താൽ. ഫസ്റ്റ് കാര്യം, നിങ്ങൾക്ക് സയൻസ് ബാച്ച് ഉണ്ട്. ഓക്കെ, സയൻസ് എന്ന് പറയുമ്പോൾ ബയോ സയൻസ് ഉണ്ട്, ബയോളജി സയൻസ്, അപ്പോൾ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, പിന്നെ നിങ്ങളുടെ ലാംഗ്വേജസ്. ഓക്കെ, ഇനി അതല്ലാണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. ഓക്കെ, കമ്പ്യൂട്ടർ സയൻസ് അതൊരു സബ്ജക്റ്റ്, കമ്പ്യൂട്ടർ അല്ല സബ്ജക്റ്റ്, കമ്പ്യൂട്ടർ സയൻസ് ആണ് സബ്ജക്റ്റ്. പിന്നെ നിങ്ങൾക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇല്ല. ഓക്കെ, പിന്നെ ലാംഗ്വേജും. ഇപ്പോൾ 2 ടൈപ്പ് സയൻസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ചില സ്കൂളുകളിൽ വേറെ കുറച്ചും കൂടി ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉണ്ടാവും. പക്ഷേ ഈ സബ്ജക്ട്സ് ആണ് മെയിൻ വരിക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സയൻസ് മാത്രം പഠിക്കാൻ താല്പര്യമുള്ള സയൻസ് ബാച്ച് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ഇത് കിട്ടുക? ഫസ്റ്റ് കാര്യം, ഫുൾ സിലബസ് നിങ്ങൾക്ക് റെക്കോർഡറായിട്ട് കിട്ടും. ഓക്കെ, അത് ഏറ്റവും അടിപൊളി ക്ലാസ്, ഏറ്റവും ബെസ്റ്റ് വേർഷൻ നിങ്ങൾക്ക് റെക്കോർഡറായിട്ട് ടോപ്പിക് ബൈ ടോപ്പിക് കിട്ടും. ഓക്കെ, +1ലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറേ ടോപ്പിക്സ് ഉണ്ടാവും, കുറേ കണ്ടൻറ് ഉണ്ടാവും. നമ്മൾ നേരത്തെ തുടങ്ങുന്നതായിരിക്കും റെക്കോർഡ് ക്ലാസ് വെച്ചിട്ട്. ഓക്കെ, ഇനി ഇതുപോലെ നിങ്ങൾക്ക് മാർച്ച് 20 ആ സമയത്തിന് മുമ്പായിട്ട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ, സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1270 രൂപേൻ്റെ ബുക്സ് ഫ്രീ കിട്ടും. ഈ ബുക്സിൽ നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് ഫോർമുലയും കാര്യങ്ങളുണ്ടാവും, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ടാവും. ഓക്കെ, അപ്പം ബുക്കിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബുക്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ബുക്കായിട്ട് PDF ആയിട്ടല്ല. പിന്നെ എല്ലാ ക്ലാസ്സിനെയും നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുപോലാതെ ലൈവ് ക്ലാസ്സസും ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനും കൂടുതൽ എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാനും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ക്ലാസ്സും ലൈവായിട്ടും കിട്ടും, റെക്കോർഡറായിട്ട് കിട്ടും. അതുപോലെ അത് എക്സ്ട്രാ ലൈവ് ക്ലാസ്സസ് കിട്ടും. പിന്നെ ചാപ്റ്റർ വൈസ് എക്സാംസും ഉണ്ടാവും. ഓക്കെ, ഈ പ്രാവശ്യത്തെ നിങ്ങൾ ചിലപ്പോൾ +1കാരുടെ മാത്സ് എക്സാമിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയും കാലം നിങ്ങൾക്ക് SSLCയും 10th CBSEക്കാർക്കും അറിയാം, ഇത്രയും കാലം എല്ലാ വർഷവും PYQ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്കൊരു A+ ഏകദേശം ഉറപ്പിക്കാം. എല്ലാം PYQ ചെയ്ത് നിങ്ങൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്താൽ സെറ്റാണെന്ന് ഉറപ്പിക്കാം. പക്ഷേ ഈ വർഷത്തെ +1 അങ്ങനെയല്ലായിരുന്നു. PYQ എന്ന് തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നെ എടുത്തിട്ടില്ല എന്ന് പറയാം. ഓക്കെ, PYQ പാറ്റേൺ എടുത്തങ്ങ് വലിച്ചെറിഞ്ഞു, ടെക്സ്റ്റ് ബുക്കിലെ മുക്കും മൂലയിൽ കുറേ ക്വസ്റ്റ്യൻസ് വന്നു. അതോടെ കുറേ കുട്ടികൾ കുടുങ്ങി. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് +1ലെ മാത്സും അതുപോലെ ബാക്കിയുള്ള സബ്ജക്ട്സും ഈ വർഷം മുതൽ ചിലപ്പോൾ ടഫ് ആവാൻ സാധ്യതയുണ്ട്. ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ പോയി നോക്കിയാൽ മതി. നിങ്ങൾ കുറേ മോയ ട്രോൾസൊക്കെ കാണുമായിരിക്കും. പക്ഷെ എന്താണ് സംഭവിച്ചത്? PYQ പാറ്റേൺ അങ്ങ് മാറ്റിമറിച്ചു. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് ഫുൾ സിലബസ് പഠിപ്പിക്കുക. അതാണ് ഫുൾ സിലബസ് എന്ന് പറയുന്നത്. അവിടെ PYQ ബേസ്ഡ് ആണല്ലോ, PYQ ഒക്കെ ഉണ്ട്, അതിന് ബേസ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ടെക്സ്റ്റ് ബുക്ക് മൊത്തം കവർ ചെയ്യും ഫ്രം A to Z. ഇത് സയൻസ് ബാച്ച്. ഇതേപോലെ തന്നെയാണ് കൊമേഴ്സ് ബാച്ച് വരുന്നത്. കൊമേഴ്സിന് കോമ്പിനേഷൻസ് കിട്ടും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്പറിലേക്ക് വിളിക്കാം, വാട്സാപ്പ് ചെയ്യാൻ ചോദിക്കാം. ഒരു മടിയും തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏതാ എടുക്കണ്ടേ, അല്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഇത് രണ്ടും തമ്മിൽ മാറിയാലോ, 10th കഴിഞ്ഞ സാർ എനിക്ക് സ്കൂളിൽ ഏതാ കോഴ്സ് കിട്ടാമെന്ന് അറിയില്ല, സയൻസ് അപ്ലൈ ചെയ്തു പക്ഷേ കൊമേഴ്സ് കിട്ടിയ, അപ്പോൾ കൊമേഴ്സിലേക്ക് മാറാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി മാറാം, ഒരു കുഴപ്പമില്ല. സെയിം ഫീസാണ് വരുന്നത്, 6000 റുപ്പീസ്. അതേപോലെ നിങ്ങൾക്ക് കൊമേഴ്സ് കിട്ടി പക്ഷേ കൊമേഴ്സ് അല്ല അപ്ലൈ ചെയ്ത് സയൻസാണ് കിട്ടിയത്, തിരിച്ചങ്ങോട്ടായാലും കുഴപ്പമില്ല നിങ്ങൾക്ക്. ഇനി നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല, ആർട്സോ രണ്ടും കിട്ടിയില്ല, വേറെ ഏതെങ്കിലും കോഴ്സാണെങ്കിൽ നിങ്ങൾക്ക് പൈസ റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി കമ്മിങ് ടു എൻട്രൻസ് ഓറിയൻറ്റഡ്, നിങ്ങൾക്ക് നീറ്റിനുള്ള കോച്ചിങ് കിട്ടും ഓൺലൈനായിട്ടോ. നീറ്റിനുള്ള കോച്ചിങ് ആൻഡ് JEEക്കുള്ള കോച്ചിങ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇത് നിങ്ങൾ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്താൽ സാർ ഞാനപ്പോൾ സയൻസ് സ്കൂളിന് വേണ്ടിയും പഠിക്കണം, പിന്നെ എൻട്രൻസിന് വേണ്ടി വേറെ ഇത് വാങ്ങിക്കണം, വേണ്ട. ഈ അഗ്നിയിൽ പറഞ്ഞ എല്ലാ കാര്യം, ബയോ സയൻസിൻ്റെയും കമ്പ്യൂട്ടർ സയൻസ് മൊത്തം കാര്യം ഇവിടെയും കിട്ടും, ഇവിടെയും കിട്ടും. അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ 2 കോഴ്സൊന്നും വാങ്ങിക്കരുത് കേട്ടോ. ഇത് ഒരു വർഷത്തെ മൊത്തം ഫീസാണ്. നിങ്ങൾക്ക് സ്കൂളിലെ അഗ്നി പ്ലസ് നിങ്ങളുടെ 9000 റുപ്പീസിന് പ്ലസ് നിങ്ങൾക്ക് എൻട്രൻസ് മൊത്തം 9000 റുപ്പീസിന് കിട്ടും. നീറ്റിൻ്റെ കിട്ടുന്നതായിരിക്കും. സെയിം സാധനം നീറ്റിലേക്ക് വരെ നിങ്ങൾക്ക് കുറേ ടെസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്ക് റാങ്ക് ഒക്കെ ഉണ്ടാവും, കുറേ കാര്യങ്ങളുണ്ട്. DPPs ഉണ്ട്, ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാണ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ വീഡിയോ ആയിട്ടുണ്ടോ, PDF ആയിട്ടുണ്ടോ, പിന്നെ നിങ്ങൾക്ക് വീക്ക്ലി മന്ത്ലി മോക്ക് എക്സാമും ഫുൾ ലെങ്ത് എക്സാംസ് ഒക്കെ ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് പൃഥ്വി ബാച്ച്. അതേപോലെ തന്നെ നിങ്ങൾക്ക് JEE സെയിം സംഭവം, JEE എൻട്രൻസിന് വേണ്ടി ഉണ്ടാവുന്നതായിരിക്കും. രണ്ടിനെയും ഫീസ് വരും 9000 ഫോർ എൻ എൻറ്റയർ ഇയർ. അഗ്നി ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ നിങ്ങൾക്ക് കോച്ചിങ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഈ നമ്പറിലേക്ക് വിളിക്കാം ആൻഡ് ഈ നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് +1 +2 നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കണം, ഏറ്റവും ബെസ്റ്റ് ക്ലാസ്, ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിനും പഠിച്ച് ഫുൾ മാർക്ക് മേടിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബുക്സ് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ +1. നമ്മൾ എക്സാമിനർ ഫുൾ ടീം ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട്. സോ നമുക്ക് +1 കാണാം. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ 10th എക്സാംസ്.